തന്റെ അധികാരം ത്യജിക്കാൻ പോലും തയ്യാറായി. അധികാരം സ്ഥാനലബ്ധിക്കും വേണ്ടി എന്ത് കുതന്ത്രങ്ങളും നടത്തുന്ന കാലത്താണ് തന്റെ അധികാരം ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്റെ അധികാരം ത്യജിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ധീരമായ നിലപാടെടുത്ത പ്രസിഡന്റിന്റെ പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് ഇതിന് തുടക്കം കുറിക്കേണ്ടതെന്ന് ഞങ്ങൾ ആത്മനിർവൃതിയുടെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. കാവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പി.വി. ഉസ്മാൻ സാഹിബ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് ശ്രീമതി റുക്കിയ ഷംസു, ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ച ഈ സ്ഥാപനങ്ങളുടെ മേധാവി, പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഗുരുവര്യൻ കൂടിയായിട്ട് പ്രിയപ്പെട്ട കെ എ റഹ്മാൻ ഫൈസി, അതുപോലെ തന്നെ സ്ഥാപന സെക്രട്ടറി സി എം കുട്ടി സക്കാഫി, ഇവിടെ ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുൻ ആർമിയിലെ കമ്മീഷണർ ഓഫീസറുമായിട്ടുള്ള എൻ്റെ സുഹൃത്തും അതിലുപരി ജ്യേഷ്ഠതുല്യനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഹരിദാസ് പുൽപ്പറ്റ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷിബിലാൽ, പ്രിയപ്പെട്ട ബ്ലോക്കിലെ ജിയോ ഷിഹാബ്, അതുപോലെ തന്നെ വേദിയിലെ ഈ നമുക്കിതിന് വേണ്ട സൗകര്യം ഒരുക്കി തന്ന പ്രിയപ്പെട്ട, ഞാൻ ഈ കാര്യം പറയുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച പ്രിയപ്പെട്ട BEd കോളേജിൻ്റെ പ്രിൻസിപ്പാൾ, ആർട്സ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ, എല്ലാവരോടും ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നതിന് ഈ കോളേജ് അധികാരികളെ ഒരിക്കലൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ നന്മയുടെ വിദ്യയുടെ നന്മ കൊണ്ട് പ്രവഹിക്കുന്ന ഇവിടെ നിന്ന് തന്നെയാവണം ബ്ലോക്ക് തലത്തിലെ തുടക്കമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അത് പറയുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് സൗകര്യമാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹപൂർവ്വം അത് ഏറ്റെടുത്ത ഞാൻ ഒരിക്കലൂടെ ഈ സ്ഥാപനാധികാരികളെയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെയും അഭിനന്ദിക്കുകയാണ്. ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയേണ്ട ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയപ്പെട്ട റഹ്മാൻ ഫൈസിയും അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം കൃത്യമായിട്ട് തന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, ഒരു നാടിനെ മലിനമുക്തമാക്കാൻ വേണ്ടി, മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി തന്റെ അധികാരം ത്യജിക്കാൻ പോലും തയ്യാറായി. അധികാരം സ്ഥാനലബ്ധിക്കും വേണ്ടി എന്ത് കുതന്ത്രങ്ങളും നടത്തുന്ന കാലത്താണ് തന്റെ അധികാരം ഈ നാടിന് വേണ്ടി, ഈ നാടിന്റെ മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ എന്റെ അധികാരം ത്യജിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ ധീരമായ നിലപാടെടുത്ത പ്രസിഡന്റിന്റെ പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് ഇതിന് തുടക്കം കുറിക്കേണ്ടതെന്ന് ഞങ്ങൾ ആത്മനിർവൃതിയുടെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. ഏതായാലും ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മളോട് പ്രിൻസിപ്പാൾ, ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പാളും BEd കോളേജിന്റെ പ്രിൻസിപ്പാളും പറഞ്ഞത് 3:30 മണിക്ക് നിങ്ങൾ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. വിദ്യാർത്ഥികളൊക്കെ പുറത്തുള്ളവരാണ്, അവർക്കൊക്കെ യാത്രക്ക് സൗകര്യം ഒരുക്കണം. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്ന് ക്ലാസ് എടുക്കാൻ പ്രിയപ്പെട്ട രോഹിണി മുത്തൂർ, പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്ന, എല്ലാ മേഖലകളിലും ഇതിനു വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന അവരിവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് സംസാരിക്കും. വളരെ കുറഞ്ഞ സമയം മാത്രം നമ്മുടെ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരൊക്കെയും ആശംസ അർപ്പിക്കാനുണ്ട്. എന്നിരുന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, അന്തരീക്ഷ മലിനീകരണവും വായു മലിനീകരണം, നമ്മുടെ ഈ ഭൂമിയും ജൈവ സമ്പത്തുമൊക്കെ ഇത് നമുക്ക് മാത്രം ചൂഷണം ചെയ്യാനുള്ളതല്ല. ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന സസ്യലതാദികളും മനുഷ്യർക്കും വരാൻ പോകുന്ന തലമുറക്കും ജീവിക്കാൻ ഈ മണ്ണിനെയും ഈ അന്തരീക്ഷത്തെയും നമ്മൾ ഇവിടെ നിലനിർത്തണം. അതിന് നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ അനാവശ്യമായി നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങളുടെ ഒക്കെ കാരണം മാലിന്യങ്ങളെ സംസ്കരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ അലക്ഷ്യമായ നിലപാട് കൊണ്ടാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഞാൻ അതിനെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയ വശത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മി അത് ഭൂമിയിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തുന്ന, അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തുന്ന ഓസോൺ പാളിയുണ്ട്. ഈ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വീണുവെന്ന് ആധുനിക സയൻസ് ശാസ്ത്രം പറയുന്നത് നമ്മൾ ഈ മാലിന്യങ്ങൾ, കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ, ഫാക്ടറികളിൽ നിന്ന് ഉരുളുന്ന പുകച്ചുരുളുകളും ഈ മാലിന്യങ്ങൾ കത്തിച്ചുകൊണ്ട് അതിലുയർന്ന പുകച്ചുരുളുകളുമാണ് ഈ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വീഴാൻ കാരണമായതത്ര.
എന്നാൽ ഈ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ വീഴുമ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർന്നു പോകുന്നു. അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള മഹാമാരികൾ പടർന്നു പിടിക്കുന്നു, കൃഷികൾ നഷ്ടപ്പെടുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു വലിയ, ഇതെന്റെ ഇവിടെ പ്രിയപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ കാര്യമാണ്. എനിക്ക് കൂടി ഈ നാട് ഇവിടെ നിലനിൽക്കണമെന്ന ബോധത്തോടു കൂടി ഞാൻ ഒരുപാട് സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, പരിമിതമായ സമയം മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ നാട് ഇവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഹരിതകർമ്മസേന ഓരോ വീടിന്റെയും മുറ്റത്ത് നമ്മുടെ വേസ്റ്റ് ശേഖരിക്കാൻ വരുന്ന ആ ഹരിതകർമ്മസേനയെ ഇവിടെ അഭിവാദ്യം ചെയ്തപ്പോ നിങ്ങൾ ആവേശത്തോടെ കയ്യടിച്ചു. നിങ്ങൾ കയ്യടി കൊടുക്കേണ്ട, നമ്മൾ ആദരവ് കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഈ ഹരിതകർമ്മസേന. നിങ്ങൾ ഒന്നുകൂടെ അവർക്ക് വേണ്ടി കയ്യടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ ഇങ്ങനെ മനോഹരമാക്കി തന്ന എന്റെ പ്രിയപ്പെട്ട ഈ സ്ഥാപന മേധാവികളെയും പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ സൗകര്യമുള്ള റോഡ് MLA പദ്ധതി അത് വരും നാളുകളിൽ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു. അതോടൊപ്പം തന്നെ അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലെ നിങ്ങളുടെ മെമ്പർ എന്ന നിലക്ക് കഴിഞ്ഞ 2 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചെലവിൽ മഠത്തിൽ ഓഡിറ്റോറിയം മുതൽ ഈ കോളേജ് വരെയുള്ള സ്ഥലം അത് നവീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി അഭിമാനപൂർവ്വം നിങ്ങളെ മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇതിന് സൗകര്യം ഒരുക്കി തന്ന പ്രിയപ്പെട്ട സ്ഥാപന മേധാവികളെ, പ്രത്യേകിച്ച് ആർട്സ് കോളേജിന്റെ മേധാവികളെയും വിദ്യാർത്ഥികളെയും, BEd കോളേജിന്റെ മേധാവികളെയും വിദ്യാർത്ഥികളെയും, അതിലുപരി പ്രിയപ്പെട്ട റഹ്മാൻ പൈസിയെയും CM കുട്ടി സക്കാഫിയെയും ഒരിക്കലൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ വിജയാശംസകളും ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.